ചില പ്ലേസസ് അത് അവിടുത്തെ ശബ്ദാരവങ്ങളോടെ നമ്മളെ വരവേൽക്കും. മറ്റു ചില പ്ലേസസ് അത് അവരുടെ നിശബ്ദതയിലേക്ക് നമ്മളെ ആവാഹിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സെന്റ് ആൻഡ്രൂസ് ബൈ ദ സീ പോലുള്ള ഇങ്ങനെ കടലിനെയും കായലിനെയും പുൽകി നിൽക്കുന്ന ഒരു കുഞ്ഞു ടൗൺ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലേ? നമ്മളെ എന്തൊക്കെയോ ഓർമ്മപ്പെടുത്താൻ ബാക്കി നിൽക്കുന്നത് പോലെ. ഇവിടെയുള്ള ഓരോ സ്ട്രീറ്റ്സും ഒരു സ്മാരകമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മറന്നുപോയി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവരുടെ സംസ്കാരത്തിന്റെ ശീലങ്ങളുടെ വിശ്വാസങ്ങളുടെ എല്ലാമായ ഒരു സ്മാരകം. ഇങ്ങനെ കടലിനെയും കായലിനെയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഇങ്ങനത്തെ കുഞ്ഞു പഴയ ടൗണിന് ഒരു പ്രത്യേകമായ അന്തരീക്ഷമാണ്. ചില സമയങ്ങളിൽ ഇവിടുത്തെ വിജനതയും വിശാലതയും നമ്മളെ ഭയപ്പെടുത്തും. മറ്റു ചിലപ്പോൾ അവരുടെ നിശബ്ദത നമ്മളെ ഒരു തഴുകലായി സാന്ത്വനിപ്പിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കടൽ ഉറങ്ങാറില്ല, മരിക്കാറുമില്ല. എന്തൊക്കെയോ നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മൊണാലിസ പെയിന്റിംഗ് പോലെ ഇവിടെ വരുന്ന കാഴ്ചക്കാരോട് അവളുടെ രഹസ്യങ്ങൾ മെല്ലെ അലതല്ലുന്ന ഓളങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ എന്താവും പറയാൻ ശ്രമിച്ചിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്ന ഏതെങ്കിലും മഹത്തായ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചോ അറിയില്ല. ഇന്നിപ്പോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മെൽവിന്റെയും മിലാനിന്റെയും ഒപ്പമാണ്. കടൽ കാണാനും ആസ്വദിക്കാനും ഇഷ്ടമല്ലാത്ത ഏത് കുഞ്ഞല്ലേ ഉണ്ടാവുക? മിലാൻ ഈസ് ലാഫിംഗ്, പ്ലേയിങ് and trying to capture the beauty of this visual in his own tiny little camera, completely in the moment. ഒരു നാൾ അവൻ വലുതാകും. അന്ന് ഈ തീരത്ത് അവൻ വീണ്ടും വന്നേക്കാം. അന്ന് ചിലപ്പോൾ അവന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല. അന്ന് ചിലപ്പോൾ അവനെ പുണരുന്ന ഇവിടുത്തെ തണുത്ത കാറ്റും മന്ത്രിക്കുന്ന കുഞ്ഞോളങ്ങളും അവനോട് പറഞ്ഞേക്കാം, നിന്നെ അഗാധമായി സ്നേഹിച്ചിരുന്ന നിന്റെ പപ്പയും മമ്മിയും അവരോടൊപ്പം നീ ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. Now it's your turn. What do you think the sea is telling you? Let me know in the comment. ഇനിയും സന്ധിക്കും വരെയും വണക്കം.